വയനാട്ടിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയെ കാടുകയറ്റി. നെയ്ക്കുപ്പ ചെഞ്ചടിയിലെ വനമേഖലയിലേക്കാണ് കരടിയെ തുരത്തിയത്. അതേസമയം മൂടക്കൊല്ലിയിൽ ഇറങ്ങിയ കടുവയെ വനംവകുപ്പിന് ഇനിയും പിടികൂടാനായില്ല. കഴിഞ്ഞ ഞായറാഴ്ച കുറുവാദ്വീപിലെ വനമേഖലയിൽ നിന്ന് പയ്യമ്പള്ളി മുട്ടൻകരയിലാണ് കരടി ആദ്യമെത്തിയത്. മാനന്തവാടി നഗരസഭയിലും വെള്ളമുണ്ട, എടവക, പനമരം എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിലൂടെയും 70 മണിക്കൂറിലേറെ 50 കിലോമീറ്ററോളം സഞ്ചരിച്ച കരടി വനംവകുപ്പിനെ വട്ടം കറക്കി. തരുവണ കരിങ്ങാരിയിൽ മയക്കുവെടി വയ്ക്കാൻ വനംവകുപ്പ് ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഇന്നലെ പുലർച്ചെ പനമരം കീഞ്ഞുകടവിൽ കരടിയുടെ സാന്നിധ്യമുണ്ടായതോടെ പ്രദേശത്തും വനംവകുപ്പ് തിരച്ചിൽ നടത്തി. ഒടുവിൽ രാത്രി 9 മണിയോടെ നടവയൽ നെയ്ക്കുപ്പ ചെഞ്ചടിയിൽ കരടിയെ നാട്ടുകാർ കാണുകയും വനംവകുപ്പിനെ വിവരമറിയിക്കുകയുമായിരുന്നു. ഞാനൊരു 9:15 ഒരു കമ്മിറ്റി കഴിഞ്ഞ് വരുമ്പോൾ താഴെ നിന്ന് ഒരാൾ കൂന്ന് ടോർച്ച് അടിച്ചിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ എൻ്റെ തൊട്ടുമ്പിൽ തന്നെ ഒരു 25 മീറ്റർ അകലെ കരടി. അപ്പോൾ ഞങ്ങൾ അതങ്ങ് തിരിഞ്ഞു സാധനം റോട്ടിൽ നിന്ന് അങ്ങോട്ട്. പിന്നെ ആ വഴി റോഡ് സൈഡിലുള്ള ആൾക്കാർ മുഴുവൻ കണ്ടി സാധനം. അതേസമയം വാഗേരി മൂടക്കൊല്ലിയിലെ പന്നി ഫാമിൽ ആക്രമണം നടത്തിയ കടുവയെ പിടികൂടാനായില്ല. 1 മാസത്തിനിടെ 27 പന്നികളെയാണ് കടുവ പിടികൂടിയത്. WWL 39 എന്ന പെൺകടുവയാണിതെന്ന് സ്ഥിരീകരിച്ചെങ്കിലും വനംവകുപ്പ് സ്ഥാപിച്ച 2 കൂട്ടിലും കടുവ കുടുങ്ങിയില്ല. ഇന്നത്തത് അവരെ ക്യാമറയിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ രാവിലെ നോക്കിയപ്പോൾ അവരെ കാണിച്ചു കൊടുത്തു. പിടികൂടുന്നതല്ല, കടുവ വരുന്നതാണ്. അത് കൂടിന്റെ അടുത്തല്ല വെച്ചത്, കൂടിന്റെ അപ്പുറ സൈഡിലായിരുന്നു ഇവർ ക്യാമറ വെച്ചത്. ഇപ്പുറത്തൂടെ കടുവ കയറിയത്, അതുകൊണ്ട് അതിൽ കിട്ടിയില്ല. ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കരടിയൊടുവിൽ കാടുകയറി. എന്നാൽ പന്നിഫാമിൽ ആക്രമണം നടത്തിയ കടുവ ഇപ്പോഴും കാണാമറയത്താണ്. കൂടുകളും ക്യാമറകളും സ്ഥാപിച്ച് കടുവ കുടുങ്ങുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് മൂടക്കൊല്ലി നിവാസികളും വനപാലകരും. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.